ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ്. വ്യാഴാഴ്ച നമ്മൾ സ്കൂളിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച സ്കൂളിൽ ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ നാഫിമോൻ്റെ സ്കൂളിലാണ് ബാവലി തന്നെ ഉള്ളത്. അപ്പോൾ സ്കൂളിൽ സദ്യ കഴിക്കാനും പരിപാടി കാണാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ആക്കാനുള്ള പരിപാടിയാണ്. പൊതുവേ എനിക്ക് വൈകുന്നേരത്ത് വെച്ചുണ്ടാക്കുന്ന കാര്യത്തിൽ കുറച്ചൊരു മടിയുണ്ട് കേട്ടോ. ഉച്ചക്ക് പോയി നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നതാണല്ലോ. പിന്നെ ഇപ്പം രാത്രിക്കേക്ക് ഉണ്ടാക്കാതെ നിൽക്കാനും കഴിയൂല. അപ്പം എന്തായാലും വലിയ അങ്ങോട്ട് സെറ്റപ്പ് ആക്കാനൊന്നും നിൽക്കുന്നില്ല. ഒരു ചോറും ഒരു കറിയും അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് 2 മിനിറ്റ് നിന്നത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ള ആ ഒരു ചിന്തയിലാണ്. ചിക്കനും മീനൊന്നും ഇന്ന് മേടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ. എന്നും ഇപ്പം അതന്നെ ആയാലും ശരിയാവില്ലല്ലോ, വേറെ എന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കുറച്ച് വെണ്ടക്ക കിട്ടിയിട്ടുണ്ട്. വെണ്ടക്ക പുളിയും മുളകും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊക്കെ ഏതോ വീഡിയോയിൽ ഇങ്ങനെ വെണ്ടക്ക മുളക് ഇടുന്ന കാണിച്ചപ്പം റെസിപ്പി ആയിട്ട് ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ആ ഒരു റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായി. ഇപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായി. വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തീ കത്തിക്കാൻ അങ്ങോട്ട് മടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഗ്യാസുമ്മ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചായ പൊടിയൊക്കെ ഇട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഗ്ലാസ് കട്ടൻ ചായ അങ്ങോട്ട് കുടിച്ചാലേ വൈകുന്നേരവും രാവിലെ എനിക്കൊരു എനർജി അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ചായ ചൂടാണ് ഞാൻ വേണ്ടിയിട്ട് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ തിളച്ചേരെ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് അപ്പുറത്തുനിന്ന് വേവുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തുനിന്ന് കറി അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും ഒരേ അളവിലിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെണ്ടക്കയും ഉള്ളി പച്ചമുളകും ഒന്ന് എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല ഉണ്ടാക്കുക, ഇങ്ങനെയല്ല ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. ഇവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതികൾ തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുക. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യലില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ഉള്ളിയും പച്ചമുളകും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മൂന്നും കൂടെ ഒരു ഹാഫ് വേവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി കാശ്മീരി മുളകും പൊടിയും കൂടെ ചേർത്ത് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് നല്ലോണം വേവിക്കാൻ മാത്രമൊന്നുമില്ല, ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ തന്നെ വെണ്ടക്ക വെന്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ചിട്ട് നമ്മളെ കറി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇക്കയും പിന്നെ മോനൊക്കെ പള്ളിയിൽ പോയിട്ട് ഓരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ്. എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.